ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മലയാളത്തിന്റെ മഹാനടൻ തന്നെയായ മോഹൻലാലിന് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ഈ പുരസ്കാരം കേന്ദ്ര വാർത്താ വിജ്ഞാപന മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും ഓരോ മലയാളിയെ സംബന്ധിച്ചും അഭിമാനിക്കേണ്ട ഒരു നിമിഷം തന്നെയായിരുന്നു അത്. അക്കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. എന്നാൽ ഇതോടൊപ്പം ചില ചോദ്യങ്ങളും സ്വാഭാവികമായി ഉയർന്നു വരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ അയോഗ്യത എന്നത് തന്നെയാണ്. മുൻപ് പത്മവിഭൂഷൺ മോഹൻലാലിന് നൽകിയപ്പോൾ ഉയർന്ന അതേ ചോദ്യം വീണ്ടും ഉയരുന്നത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ സങ്കുചിത നിലപാട് പൊതുസമൂഹത്തിന് അറിയുന്നത് കൊണ്ടാണ്. പത്മവിഭൂഷൺ മമ്മൂട്ടിക്ക് നൽകാൻ പല തവണയാണ് കേരള സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെ മമ്മൂട്ടിയെ അവഗണിക്കാൻ തീരുമാനിച്ചവർ എന്തൊക്കെ യോഗ്യത ഉണ്ട് എങ്കിലും ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പോലുള്ള പരമോന്നത പുരസ്കാരം നൽകുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഇങ്ങനെ തഴയപ്പെടാൻ കാരണം എന്നുള്ളത് തീർച്ചയായും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അത് ചർച്ച ചെയ്യാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം ചെന്നൈയിൽ നടന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മമ്മൂട്ടി നടത്തിയ പ്രസംഗമാണ് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ അന്യായമായി ഇങ്ങനെ തഴയാൻ കാരണമെന്നത് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ BJP നേതൃത്വം പോലും ശരിക്കും ഒന്ന് ബുദ്ധിമുട്ടും. ഗുജറാത്ത് കലാപം നടക്കാൻ കാരണം അവിടെ പ്രതികരിക്കാൻ ആരുമില്ലാതെ പോയതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ മമ്മൂട്ടി ഗുജറാത്തിൽ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ളത് തുറന്നടിച്ചിട്ടുള്ളതായിരുന്നു. വലിയ വാർത്തയായ മമ്മൂട്ടിയുടെ ഈ പ്രസംഗം RSS BJP നേതാക്കളെ ശരിക്കും ചുട്ടുപൊള്ളിക്കുന്നത് തന്നെയായിരുന്നു. ഈ വേദനയിൽ നിന്നും ഇപ്പോഴും ഇവർ മുക്തരാക്കാത്തത് കൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ഇങ്ങനെ തഴയപ്പെടുന്നത് എന്നത് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ട് വരും. ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ BJP ഭരണകൂടങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒതുക്കുന്നത് എന്നതിന്റെ നേർചിത്രം കൂടി തന്നെയാണിത്. അതെന്തായാലും പറയാതിരിക്കാൻ സാധിക്കുകയില്ല. പത്മഭൂഷണും ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും ലഭിച്ചില്ല എന്നുള്ളത് കരുതി മാറ്റു കുറയുന്നതല്ല മമ്മൂട്ടിയുടെ മഹത്വം എന്നത് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ ഓർക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ പുരസ്കാരങ്ങൾക്കപ്പുറവും വളർന്ന മഹാനടൻ തന്നെയാണ് മമ്മൂട്ടി എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. രാഷ്ട്രീയ തലത്തിലുള്ള ഇടപെടലുകൾ പുരസ്കാര നിർണയങ്ങളെ സ്വാധീനിക്കുമെന്ന് അറിഞ്ഞിട്ടും മമ്മൂട്ടി ഇതുവരെ തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ നിന്നും ഒരടി പോലും പിറകോട്ട് പോയിട്ടില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയുന്ന ഒന്നല്ല. CPM അനുകൂല കൈരളി ചാനലിന്റെ ചെയർമാൻ സ്ഥാനത്ത് ആ ചാനലിന്റെ ആരംഭഘട്ടം മുതൽ ഈ നിമിഷം വരെ മമ്മൂട്ടി തുടരുന്നതും അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടിന്റെ ഭാഗം തന്നെയാണ്. കൈരളി ചാനലിന്റെ ആരംഭകാലത്ത് ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന മോഹൻലാല് BJPയും കോൺഗ്രസും പ്രതിഷേധം ഉയർത്തിയപ്പോൾ ഡയറക്ടർ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് മാറിയതും നമ്മൾ എല്ലാവരും മറന്നു പോകാൻ പാടില്ല. ആ മോഹൻലാലാണ് പിന്നീട് കോൺഗ്രസിന്റെയും ഇപ്പോൾ BJPയുടെയും പ്രിയപ്പെട്ട നടനായി മാറിയിരിക്കുന്നത്. ഇത്തരം പുരസ്കാരങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ സ്വാധീനിക്കപ്പെടും എന്നുള്ളതിനാൽ തന്നെ അത് എന്തു തന്നെയാണെങ്കിലും കലാകാരന്റെ മികവിൽ മാനദണ്ഡമായി മാത്രം കണക്കാക്കാൻ കഴിയുകയില്ല. അവാർഡുകളും ബഹുമതികളും വാരിക്കൂട്ടിയവർ സമർത്ഥരും മറ്റുള്ളവർ അവർക്ക് താഴെ നിൽക്കുന്നവരും എന്നുള്ള ഒരു പൊതുധാരണ അതുകൊണ്ട് തന്നെ അപ്രസക്തവും തന്നെയാണ്. അവാർഡ് നിർണയ സമിതികൾക്കില്ലാത്ത നിഷ്പക്ഷത ആസ്വാദന ബോധമുള്ള സാധാരണ പ്രേക്ഷകരുടെ മനസ്സിൽ ലഭിക്കുന്ന വലിയ സ്ഥാനത്തിന് തന്നെയാണുള്ളത്. ആ നിലയിൽ വിലയിരുത്തുമ്പോൾ മലയാളി മനസ്സുകളിൽ എന്നേ പത്മവിഭൂഷണും ഫാൽക്കെ അവാർഡും ലഭിച്ച നടൻ തന്നെയാണ് മമ്മൂട്ടി. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് എന്നുണ്ടെങ്കിലും എക്കാലത്തും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകളോട് ചേർന്ന് നിന്ന് പോകുന്ന ഒരു നടനാണ് എന്നത് കാണാതിരിക്കാൻ കഴിയുകയില്ല. ലഫ്റ്റനന്റ് കേണൽ പദവി മോഹൻലാലിന് ലഭിച്ചത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴാണ്. ഇതിനുശേഷം നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം വല്ലാത്തൊരു RSS പ്രേമം ലാലിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. സംഘപരിവാർ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയ മോഹൻലാൽ പരിവാറിന്റെ സേവന വിഭാഗമായ സേവാഭാരതിയുടെ വിവിധ പരിപാടികളിലും നിരന്തരം സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിരവധി തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മോഹൻലാൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. കേരളം ഭരണം പിടിക്കുമെന്ന് നിരന്തരം പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അതിന് പ്രധാന ടൂളായി ഇപ്പോൾ കാണുന്നതും മോഹൻലാലിനെയാണ് എന്നുള്ളത് പ്രചരണവും ശക്തം തന്നെയാണ്. ഇതുവരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന ഒരു സൂചനയും മോഹൻലാൽ നൽകിയിട്ടില്ല എങ്കിലും BJP ടാർഗറ്റ് ചെയ്യുന്ന 2031 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും ലാല് കളം മാറ്റി ചവിട്ടാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും തള്ളിക്കളയാൻ സാധിക്കുകയില്ല.